നമസ്കാരം. ഇന്ന് വിജയദശമി, വിദ്യാരംഭം. സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭക്തിനിർഭരമായ ഒരു നല്ല ദിവസത്തിൻ്റെ ആരംഭമാണ്. എന്നാൽ ഇതിനൊപ്പം നമ്മളുടെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക വിഷയങ്ങളും ഈ ദിവസത്തിൽ നമ്മോടൊപ്പം ഒത്തുചേരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. RSS രൂപീകൃതമായിട്ട് 100 വർഷം പൂർത്തിയാകും. എന്നുവെച്ചാൽ RSSൻ്റെ ശതാബ്ദി വാർഷിക ആഘോഷം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു പുതിയ നാണയം, RSSൻ്റെ സ്മാരക നാണയം എന്ന നിലക്ക് പുറത്തിറക്കി. 100 രൂപയുടെ നാണയമാണ്. അങ്ങനെ നാണയങ്ങൾ ഇറക്കുന്നത് പല വ്യക്തികളെയും പല സംഭവങ്ങളെയും നമ്മളുടെ സ്മരണയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് RSSനെ നമ്മുടെ സ്മരണയിൽ എന്നും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന നാണയമാണ്. ആ നാണയത്തിൻ്റെ ചിത്രം RSSൻ്റെ ശാഖകളിൽ നമ്മൾ കണ്ടുവരുന്ന ഭാരതാംബയുടെ ചിത്രമാണ്. അതിൻ്റെ കാവിക്കൊടിയും ഭാരതാംബയുടെ മുന്നിൽ ശിരസ് കുനിച്ചു നിൽക്കുന്നതായിട്ടുള്ള സംഘസേവകരുടെ ചിത്രവും അടങ്ങിയ ഒരു നാണയം. ഈ നാണയം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പരിസരങ്ങളിൽ ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്നതായിട്ടുള്ള സാധ്യതകൾ, എന്താണ് അതിൻ്റെ ഭാവുകത്വ മികവ് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത്. ആ നാണയത്തിൻ്റെ പുറത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രയ സ്വാഹ ഇദം ന മാമ എന്നാണ്. ഇതിൻ്റെ അർത്ഥം എല്ലാം രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം രാഷ്ട്രത്തിൻ്റേതാണ്, എൻ്റേതായി ഒന്നുമില്ല എന്നാണ്. ആ നാണയത്തിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. രാഷ്ട്രമാണ് ഒന്നാമത്, രാഷ്ട്രം മാത്രമാണ് നമ്മളുടെ മുന്നിൽ പ്രധാനപ്പെട്ടത് എന്നുവെച്ചാൽ തീവ്ര ദേശീയതയുടെ സന്ദേശമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആരുടെ രാഷ്ട്രം? അവിടെ RSSന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് ഹിന്ദുത്വ രാഷ്ട്രമാണ്. ഹിന്ദുത്വ രാഷ്ട്രം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിനകത്തുള്ള മറ്റ് ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, പാഴ്സികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, മറ്റ് പല വിഭാഗത്തിലും പെട്ട ചെറിയ ചെറിയ സമുദായങ്ങളുണ്ട്. ഇവരുടെ ഇതല്ലേ ഇന്ത്യ? അല്ലെങ്കിൽ ഇവർ കൂടി കൂടുന്നതല്ലേ ഇന്ത്യ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മളെപ്പോഴും ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തുന്നത്. അപ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ആശയം, അതിൻ്റെ പ്രസക്തി ഈ നാണയം വഴി ഇല്ലായ്മ ചെയ്യപ്പെടൂ എന്ന അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാണയം നമ്മളുടെ മുന്നിൽ കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ആ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് നാം ഒരു സോഷ്യലിസ്റ്റ് മതേതര പരമാധികാര റിപ്പബ്ലിക് ആണ് എന്നതായിരുന്നു. അതിൽ ഈ മതേതരം എന്ന് പറയുന്ന, സെക്യുലറിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് സമ്പൂർണ്ണമായിട്ട് വെട്ടിമാറ്റുക എന്നത് RSSൻ്റെ ഹിഡൻ അജണ്ടയാണ്. ഹിഡൻ മാത്രമല്ല, അതൊരു ഓപ്പൺ അജണ്ടയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അത് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന തരത്തിൽ എങ്ങനെ ഇന്ത്യയുടെ നാണയ നിർമ്മിതിയെ മാറ്റിയെടുക്കാം എന്ന ചിന്ത ഈ നാണയം പുറത്തിറക്കിയ സമയത്ത് നരേന്ദ്രമോദി എന്ന പഴയകാലത്തെ RSS പ്രചാരകനുണ്ടായിരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ നാണയം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അത് വരാൻ പോകുന്നതായിട്ടുള്ള തലമുറകളിലേക്കാണ് കടന്നു ചെല്ലുക. ആ തലമുറകളെ മുഴുവനും അവരുടെ സൈക്കിനെ, അവരുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അത് എന്നും എക്കാലത്തും ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ വളരെ വലിയ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരിടത്ത് പോലും നമ്മൾ പരിശോധിച്ചാൽ RSSൻ്റെ പങ്കും കണ്ടെത്താനായിട്ട് കഴിയില്ല. മാത്രമല്ല, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിൽ പ്രധാനപ്പെട്ട പ്രതി നാഥുറാം ഗോഡ്സെയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതിയായിരുന്നു സവർക്കർ എന്ന് പറയുന്ന RSSൻ്റെ നേതാവ്.
അദ്ദേഹം യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത് വേണ്ടത്ര തെളിവുകളില്ല എന്ന ഒറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ആ ഗൂഢാലോചന കേസിൽ നിന്ന് RSS ഒരിക്കലും പുറത്താക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ RSSനെ നിരോധിച്ചത്. ഹിന്ദു എന്ന് പറയുന്ന ഈ RSS മുന്നോട്ട് വെക്കുന്ന ആശയത്തിനകത്ത് നേരത്തെ നാം സൂചിപ്പിച്ച 15% വരുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുക്കൾ മാത്രമാണുള്ളത്. ബാക്കി എല്ലാവരെയും അതിനകത്ത് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ ഒരു പുതിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അപരമതസ്ഥരായ എല്ലാവരും ഹിന്ദു അല്ലാത്തവരും ബാക്കി എല്ലാവരും ഹിന്ദുക്കളും എന്നാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൈനർ, ഇനി ജൂതരുണ്ടെങ്കിൽ ജൂതർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ, ഇവരൊക്കെ ഹിന്ദുക്കൾക്ക് പുറത്തായിട്ടുള്ള ഡെഫിനേഷൻ നിർവചനത്തിനകത്ത് വരുന്ന, ബാക്കി എല്ലാവരും ഹിന്ദുക്കളാക്കി മാറ്റുക എന്ന ഒരു കാഴ്ചപ്പാട് RSS മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ 1947 മുമ്പ് അത്തരത്തിലുള്ള കൺസെപ്റ്റ് RSSന് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും നിരന്തരമായിട്ട് ചാട്ടവാറടിയേറ്റ് ജീവിച്ച കാലമായിരുന്നു. അവർക്ക് ഭൂമിയിൽ വഴി നടക്കാനായിട്ടുള്ള അനുവാദം പോലും ഉണ്ടായിരുന്നില്ല. പലയിടങ്ങളിലും വസ്ത്രം ധരിക്കാനായിട്ടുള്ള അനുവാദം പോലും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ മാറുമറക്കാനുള്ള അവകാശം പോലും സ്ത്രീകൾക്ക് വലിയ പോരാട്ടത്തിലൂടെ നേടിയതാണ്. അവിടെയൊന്നും RSSനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ 40-ന് ശേഷം പിന്നീട് എങ്ങനെ ഇന്ത്യയെ ഒരു മതരാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവർ സേവന മേഖലകളിലും ദുരന്ത മേഖലകളിലുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആളുകളുടെ വലിയ തരത്തിൽ അനുകമ്പ നേടാനായിട്ട് ശ്രമിക്കുകയും അതിൽ പലപ്പോഴും വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയും ഹിന്ദുരാഷ്ട്ര സംസ്ഥാനവുമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കുകയും സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് ഈ 100-ാം വാർഷിക ദിനത്തിൽ ഒരു നാണയം, സ്മാരക നാണയം ഇറക്കി ഇന്ത്യൻ ജനതയുടെ ഒരു കോമൺ കൺസെൻറ്റ്, പൊതുവായിട്ടുള്ള സമ്മതി നേടിയെടുക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നത്. അതിനങ്ങനെ തന്നെയാണ് രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും നമുക്ക് വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും. കാരണം അതിൻ്റെ പിന്നിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വലിയ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ ഗൂഢാലോചനകളോ തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ വളരെ എളുപ്പത്തിൽ ആളുകൾ അതിൽ വീണുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്.